സിനിമയിൽ മാത്രമല്ല സാധാരണ സംഭാഷണത്തിൽ പോലും കോമഡി കലർത്തി മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള ഇന്നസെന്റിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ചിരിക്ക് പിന്നിൽ എന്ന പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നസെന്റ്, ക്യാൻസർ വാർഡിലെ ചിരി എന്നിവയാണ് മറ്റു രചനകൾ. 2012 അർബുദ രോഗബാധയെ തുടർന്ന് ഇന്നസെന്റ് സിനിമയിൽ നിന്നും കുറച്ചുകാലം മാറി നിൽക്കുകയുണ്ടായി. രോഗം ഭേദമായതിനെ തുടർന്ന് പ്രിയദർശന്റെ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ, നാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഇന്നസെന്റ് പഠിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പല ജോലികളും മാറി മാറി ചെയ്തു. ഇടയ്ക്ക് രാഷ്ട്രീയത്തിലും ഒന്ന് പയറ്റി നോക്കി. ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. പഠനത്തിൽ പുറകിലായിരുന്ന ഇന്നസെന്റ് ജീവിക്കാൻ പല വഴികളും നോക്കി. സൈക്കിളിൽ ചീപ്പ്, സോപ്പ്, കണ്ണാടി എന്നിവയുടെ വിൽപ്പന, വോളിബോൾ കോച്ച്, തീപ്പെട്ടി കമ്പനി നടത്തിപ്പുകാരൻ എന്നിങ്ങനെ പലതും. യഥാർത്ഥ ജീവിതത്തിൽ കെട്ടേണ്ടി വന്ന പല വേഷങ്ങളും ഇന്നസെന്റ് ഇപ്പോൾ വെള്ളിത്തിരയിൽ പുനരാവിഷ്കരിക്കുകയാണ്, നിറഞ്ഞ മനസ്സോടെ, തികച്ചും രാജകീയമായി. തെക്കേത്തല വറീദിന്റെയും മാർഗരറ്റിന്റെയും 8 മക്കളിൽ 5ാമനായി 1948 ഫെബ്രുവരി 28 ഇരിങ്ങാലക്കുടയിലാണ് ഇന്നസെന്റ് ജനിച്ചത്. ആലീസ് ആണ് ഭാര്യ, സോണറ്റ് മകൻ, രശ്മി സോണറ്റ് മരുമകൾ. ചലച്ചിത്രകാരൻ എന്നതിലുപരി തികഞ്ഞ മനുഷ്യസ്നേഹി കൂടിയാണ് ഇന്നസെന്റ് എന്ന ഇരിങ്ങാലക്കുടക്കാരൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു തികഞ്ഞ വിശ്വാസിയായ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായതും. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ഒരു നടനെന്ന രീതിയിൽ സിനിമയിലും ചാലക്കുടി MP എന്ന രീതിയിൽ പാർലമെന്റിലും ഒരുപോലെ ശോഭിക്കാൻ ഇന്നസെന്റിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം.